ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അതിശയകരമായ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ആവർത്തിച്ച് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ ഒരു പടി മുന്നോട്ട് നമ്മൾ വെക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു അദൃശ്യ ശക്തി നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്? ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? ഇതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു യാത്രയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക്, നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ രഹസ്യങ്ങളിലേക്ക്. അതിനായിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിരുന്നോളൂ. നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, എല്ലാം ശരിയായി പോകുന്നുണ്ടെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു തടസ്സം വരുന്നു? ഒരവസരം നിങ്ങളുടെ കൈപ്പിടിയിൽ വന്നു, പെട്ടെന്ന് അത് വഴുതിപ്പോകുന്നു. അല്ലെങ്കിൽ ഒരു ബന്ധം, അത് പ്രണയമോ സൗഹൃദമോ ആകട്ടെ, എല്ലാം പെർഫെക്റ്റ് ആണെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് എന്തോ തെറ്റ് സംഭവിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. അത് ഭാഗ്യമോ അല്ലെങ്കിൽ വിധിയോ ഒന്നുമല്ല, മറിച്ച് ഒരു പ്രോഗ്രാമിംഗ് ആണ്. അതെ, നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ പ്രോഗ്രാമിംഗ്. നിങ്ങൾ ജനിച്ച നിമിഷം മുതൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ചില നിർദ്ദേശങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. നിങ്ങൾ വിശ്വസിക്കുമോ? 7 വയസ്സെത്തുന്നതിന് മുൻപേ നിങ്ങളുടെ അടിസ്ഥാനപരമായ പല വിശ്വാസങ്ങളും നിങ്ങളുടെ ഉള്ളിൽ സ്ഥാപിതമായി കഴിഞ്ഞിരിക്കും. ഇതിലൊന്നും നിങ്ങളുടെ ബോധപൂർവമായ ഒരു തീരുമാനവും ഉണ്ടായിരുന്നില്ല. ഒരു സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ ചുറ്റുമുള്ളവരുടെ ശബ്ദങ്ങൾ, നോട്ടങ്ങൾ, പ്രതികരണങ്ങൾ, ആവർത്തിച്ചുള്ള സംഭവങ്ങൾ എന്നിവയിലൂടെ നിങ്ങൾ ലോകത്തെ വലിച്ചെടുത്തു. ഈ ആദ്യകാല പ്രോഗ്രാമുകളാണ് നിങ്ങളുടെ ഉള്ളിലെ തെർമോസ്റ്റാറ്റായിട്ട് മാറിയത്. നിങ്ങൾക്കറിയായിരിക്കുമല്ലോ തെർമോസ്റ്റാറ്റ് എന്താണെന്ന്. അതായത് AC ഓണാക്കുമ്പോൾ റൂമിൻ്റെ താപനില 22 ഡിഗ്രിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും ആ താപനില നിലനിർത്താൻ ശ്രമിക്കും. താപനില 25 ഡിഗ്രിയിലേക്ക് ഉയർന്നാൽ തെർമോസ്റ്റാറ്റ് ACയെ കൂടുതൽ ശക്തമാക്കി താപനില താഴ്ത്തി നിർത്തും. നിങ്ങളുടെ മനസ്സും ഇതുപോലെയാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒരു സെറ്റ് പോയിന്റ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര സ്നേഹം, എത്ര വിജയം, എത്ര പണം, എത്ര സന്തോഷം എന്നിവ അനുഭവിക്കാൻ അനുവാദമുണ്ട് എന്ന് തീരുമാനിക്കുന്ന ഒരു പോയിന്റ്. ഒരു തെർമോസ്റ്റാറ്റ് 70 ഡിഗ്രിയിൽ വെച്ചാൽ താപനില 80 ഡിഗ്രിയിലേക്ക് ഉയർന്നേക്കാം. അതുപോലെ നിങ്ങൾ എന്നത്തേക്കാളും കൂടുതൽ പണം സമ്പാദിച്ചേക്കാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ ഈ സംവിധാനം ആ വ്യതിയാനത്തെ തിരിച്ചറിയുകയും താപനിലയെ വീണ്ടും 70 ഡിഗ്രിയിലേക്ക് താഴ്ത്തുന്നത് പോലെ നിങ്ങളെ പിന്നോട്ട് വലിക്കുകയും ചെയ്യും. ഇത് നിങ്ങളെ മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നതല്ല, മറിച്ച് നിങ്ങളുടെ സൈബർനെറ്റിക് സിസ്റ്റം അതിൻ്റെ ജോലി കൃത്യമായിട്ട് നിർവഹിക്കുന്നതാണ്. ഇത് ഞാൻ ഒന്നും കൂടി വിശദമാക്കി പറയാമേ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അവസരം വന്നാലും, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ശമ്പളം പെട്ടെന്ന് ഇരട്ടിയായാലും, നിങ്ങളുടെ മനസ്സിൻ്റെ തെർമോസ്റ്റാറ്റ് പറയും, അരുത്, ഇത് നിന്റെ സെറ്റ് പോയിന്റിന് മുകളിലാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പഴയ സ്ഥിതിയിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ശ്രമിക്കും. ഒരുപക്ഷേ നിങ്ങളുടെ പുതിയ ജോലിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആത്മവിശ്വാസക്കുറവ് തോന്നാം, അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ ബന്ധത്തിൽ പെട്ടെന്ന് എന്തോ ഒരു തെറ്റ് സംഭവിക്കാം. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ സൈബർനെറ്റിക് സിസ്റ്റമാണ്. നിങ്ങളെ ജീവിതത്തിൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിർത്താൻ ശ്രമിക്കുന്ന ഒരു സിസ്റ്റമാണിത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ 95% തീരുമാനങ്ങൾ, പ്രതികരണങ്ങൾ, പെരുമാറ്റങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ ഉപബോധ മനസ്സാണ് നിയന്ത്രിക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ കഠിനാധ്വാനം മാത്രം പോരാ. നിങ്ങളുടെ മനസ്സിൻ്റെ ആന്തരിക ബ്ലൂ പ്രിൻ്റ് തന്നെ മാറ്റണം. ഇല്ലെങ്കിൽ എത്ര വലിയ വിജയം നേടിയാലും അതൊരു കാർഡ് ഹൗസ് പോലെ തകർന്ന് താഴെ പോവും. കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനെ പിന്തുണയ്ക്കുന്നില്ല. അതാണ് കാരണം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ വെറുതെ ആഗ്രഹിക്കുകയോ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുകയോ അല്ലെങ്കിൽ ദൃശ്യവൽക്കരിക്കുകയോ മാത്രം പോരാ. ഇത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണേ.
എല്ലാവരും വിചാരിക്കും വെറുതെ നമ്മൾ വിഷ്വലൈസ് ചെയ്താൽ മതി. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. അത് മാറാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത്, ആകർഷണം തുടങ്ങുന്നത് പുറത്തു നിന്നല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്നാണെന്ന്. പക്ഷേ പലർക്കും അതിപ്പോഴും മനസ്സിലായിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും മനസ്സിലാവാത്ത ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആകർഷിക്കപ്പെടുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ, അവ നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങളുടെ ഉള്ളിലെ പ്രോഗ്രാമിംഗ് അനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതം രൂപപ്പെടുന്നത്. നിങ്ങളുടെ ഉപബോധ മനസ്സിലെ ഈ വിശ്വാസങ്ങൾ കണ്ടെത്താൻ ഒരു രസകരമായ ഒരു മാർഗമുണ്ട്. അതിന് പറയുന്ന പേരാണ് മസിൽ ടെസ്റ്റിംഗ്. ഇത് ഒരു തരം നിങ്ങളുടെ ശരീരത്തോട് സംസാരിക്കലാണ് കേട്ടോ. നിങ്ങളുടെ മനസ്സ് മറച്ചു വയ്ക്കുന്ന സത്യങ്ങൾ നിങ്ങളുടെ ശരീരം വെളിപ്പെടുത്തും. ഉദാഹരണത്തിന്, ഞാൻ സ്നേഹത്തിന് യോഗ്യനാണ്, അല്ലെങ്കിൽ പണം എനിക്ക് എളുപ്പത്തിൽ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ശരീരം ഒരു പ്രതികരണം കാണിക്കും. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഈ വാചകങ്ങളെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ശരീരം ദുർബലമാകും. ഒരുപക്ഷെ നിങ്ങളുടെ കൈ താഴോട്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം പെട്ടെന്ന് പിന്നോട്ട് ആടും. ഇത് മാന്ത്രികമൊന്നുമല്ല, ഇത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ന്യൂറോളജിയാണ്. നിങ്ങളുടെ പേശികൾ ഉപബോധ മനസ്സുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. അവ പുറപ്പെടുവിക്കുന്ന സിഗ്നലുകൾ അതിനോട് യോജിപ്പിനെയോ അല്ലെങ്കിൽ ഭിന്നതയെയോ പ്രതിഫലിപ്പിക്കും. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിൻ്റെ പ്രതികരണം ശ്രദ്ധിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആന്തരിക നിയന്ത്രണ പാനലിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഊഹാപോഹങ്ങളുടെ ആവശ്യമേ ഇല്ല. ഉത്തരങ്ങൾ നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങൾക്ക് തരും. അതായത് നിങ്ങളുടെ വിശ്വാസങ്ങൾ കണ്ടെത്താനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗമാണിത്. അപ്പം നിങ്ങൾക്ക് തന്നെ ചോദ്യം ചോദിക്കാം, നിങ്ങളുടെ ശരീരം അതിനുള്ള ഉത്തരം തരും. ഈ ഒരു മസിൽ ടെസ്റ്റിംഗ് ഉപയോഗിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ കൺട്രോൾ പാനൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഞാൻ വിജയിക്കാൻ യോഗ്യനാണ്, എൻ്റെ ജീവിതം സന്തോഷപൂർണ്ണമാണ് എന്നിങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ട സത്യങ്ങൾ എഴുതി അവ നിങ്ങളുടെ മനസ്സിന് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. എവിടെയാണ് പ്രതിരോധം ഉള്ളതെന്ന് കണ്ടെത്തിയാൽ അവിടെ തന്നെയാണ് മാറ്റം വരുത്തേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്ക് അറിയാവുന്ന പോലെയാണ് ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. പലരും പറയുന്നത് ഞാൻ വലിച്ചു നീട്ടുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഒരു കാര്യം വിശദമാക്കി പറയാൻ ശ്രമിക്കുന്നതാണ്. അല്ലാതെ ഇപ്പോൾ ഈ ഒരു വീഡിയോ വലിച്ചു നീട്ടിയിട്ട് എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മസിൽ ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അതായത് ബോധ മനസ്സിന്, അതായത് കോൺഷ്യസ് മൈൻഡിന് ലക്ഷ്യം വെക്കാൻ കഴിയും. പക്ഷേ ഉപബോധ മനസ്സാണ് കോഡ് പ്രവർത്തിപ്പിക്കേണ്ടത്. രണ്ടും യോജിപ്പിലാകുമ്പോൾ മാത്രമേ ആകർഷണം എളുപ്പവും സുസ്ഥിരവുമാകൂ. യഥാർത്ഥ മാറ്റം ഉപബോധ മനസ്സിൻ്റെ വാതിലിലൂടെയാണ് വരുന്നത്, ബലം പ്രയോഗിച്ചിട്ടല്ല, ഫ്രീക്വൻസിയിലൂടെ. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാനൊരു മികച്ച സമയമുണ്ട്. നിങ്ങളുടെ ഉറക്കത്തിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങൾ. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സൊരു തീറ്റ വേവ് അവസ്ഥയിലാണ്. നിങ്ങളുടെ ബോധ മനസ്സിൻ്റെ ഫിൽട്ടറുകൾ ദുർബലമാണ്. ഈ സമയത്ത് ഞാൻ സമൃദ്ധനാണ്, ഞാൻ സ്നേഹമാണ്, ഞാൻ എന്നെ വിശ്വസിക്കുന്നു എന്നിങ്ങനെ പോസിറ്റീവ് അഫർമേഷനുകൾ പറയുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ വേരുപിടിക്കും. അതായത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ഒരു തോട്ടത്തിനോട് ഉപമിക്കാം. നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് വിത്തുകൾ, നിങ്ങൾക്ക് യോഗ്യതയില്ല, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്നിവ നട്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരുന്നത്. പക്ഷേ നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവ് വിത്തുകൾ, അതായത് വിശ്വാസം, സ്നേഹം, സമൃദ്ധി കൊണ്ട് നിറയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു പൂന്തോട്ടമായി മാറും. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പുതിയ ആശയം കൊടുക്കുമ്പോൾ അത് ഒരിക്കലും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകില്ല. ഞാൻ വിജയിക്കാൻ യോഗ്യനാണ്, എൻ്റെ ജീവിതം അവസരങ്ങൾ നിറഞ്ഞതാണ് എന്നിങ്ങനെ നിങ്ങളുടെ പുതിയ വിശ്വാസങ്ങൾ ആവർത്തനത്തിലൂടെയും വികാരത്തിലൂടെയും നിങ്ങളുടെ മനസ്സിൻ്റെ ഭാഗമാകും. പതിയെ പതിയെ നിങ്ങളുടെ ജീവിതം ഒരു താളത്തിൽ വരും. പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടുന്ന നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അനുയോജ്യമായ ആളുകൾ, അവസരങ്ങൾ, സാഹചര്യങ്ങൾ
എല്ലാം നിങ്ങളുടെ മുന്നിൽ വരും. നിങ്ങളുടെ ജീവിതം മാറ്റുന്നത് ഒറ്റ നിമിഷത്തിൻ്റെ കാര്യമല്ല, അതൊരു ശീലത്തിലൂടെയാണ് മാറുന്നത്. നിങ്ങളുടെ 7 വയസ്സിന് ശേഷം നിങ്ങളുടെ മനസ്സ് ആവർത്തനത്തിലൂടെയാണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. നിങ്ങളുടെ പുതിയ വിശ്വാസങ്ങൾ, നിങ്ങളുടെ മൂല്യം, സമൃദ്ധി, സാധ്യതകൾ അവ ആവർത്തിച്ച് പറയുമ്പോൾ അവ നിങ്ങളുടെ മനസ്സിൻ്റെ ഭാഗമായിട്ട് മാറും. അരിസ്റ്റോട്ടിൽ എന്താ പറഞ്ഞേ? നാം ആവർത്തിച്ച് ചെയ്യുന്നത് എന്തോ അതാണ് നാം എന്ന്. നിങ്ങളുടെ ജീവിതം ഒരു കാന്തം പോലെയാണ്. നിങ്ങളുടെ ആന്തരിക ഫ്രീക്വൻസി മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പുതിയ വിശ്വാസങ്ങൾക്ക് അനുയോജ്യമായ കാര്യങ്ങൾ ആകർഷിക്കപ്പെടും. നിങ്ങളുടെ ജീവിതം ഒരു വിളക്കുമാടം പോലെ മാറും. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് അവയെ പിന്തുടരേണ്ട ഒരാവശ്യവും വരില്ല. ഒരു കാര്യം ഓർക്കണം, ഇതൊരു യാത്രയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം മാറില്ല. പക്ഷേ ഓരോ ദിവസവും ഓരോ ചെറിയ ചുവടുവയ്പ്പും നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് അടുപ്പിക്കും. ഞാൻ യോഗ്യനാണ്, എൻ്റെ ജീവിതം സന്തോഷപൂർണ്ണമാണ് എന്ന് നിങ്ങൾ മനസ്സിനെ തന്നെ പഠിപ്പിക്കുമ്പോൾ പതിയെ പതിയെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ പുതിയ ഐഡൻറ്റിറ്റി പ്രതിഫലിപ്പിക്കാൻ തുടങ്ങും. ഇനി ഒരു ചെറിയ ഹോംവർക്ക് തരാവേ. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ പറയൂ. ഞാൻ സന്തോഷവാനാണ്, എൻ്റെ ജീവിതം അവസരങ്ങൾ നിറഞ്ഞതാണ് എന്ന് മെല്ലെ ആ ഒരു ഫീലിങ്ങോടെ പറയും. ഇത് 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിങ്ങളെ തന്നെ ഞെട്ടിക്കും. നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ഈ യാത്ര ആരംഭിക്കൂ. നിങ്ങളുടെ മനസ്സിൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്തൂ. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പ്രതിഫലനമാക്കി മാറ്റൂ. അവസാനമായി, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനകം തന്നെ നിലനിൽക്കുന്നു. അവയെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിനെ അവയുമായിട്ട് അലൈൻ ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ കോഡ് മാറ്റുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് രൂപപ്പെടും. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്